നമസ്കാരം. ശബരിമലയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന ഗവേഷണ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് അത്ഭുതമൊന്നുമല്ല, ഇതൊക്കെ രേഖകളിൽ കിടക്കുന്ന കാര്യമാണ്. ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടും ടെമ്പിൾസ് ഓഫ് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ടെമ്പിൾസിനെയൊക്കെ സംബന്ധിച്ച് സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അതുള്ളത്. അതുപോലെ ഒത്തിരി ആളുകൾ പുസ്തകങ്ങൾ ശബരിമലയെക്കുറിച്ചും അല്ലാതെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. വളരെ രസകരവും കൗതുകകരമായൊരു കാര്യം, താഴമൺ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് 1909 അതായത് 1902-3 കാലഘട്ടത്തിലെ തീപിടുത്തത്തിന് ശേഷം 1909 അവിടെ ശബരിമല ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള താന്ത്രിക കുടുംബവുമായി ബന്ധപ്പെടുത്തി വന്ന താഴമൺ കുടുംബക്കാരുടെ കുടുംബാവകാശമാണ്, പൈതൃകാവകാശമാണ്, പാരമ്പര്യ അവകാശമാണ് താന്ത്രിക വിദ്യ അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിമാരുടേതെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്, കളവാണെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അതായത് 1898 കൊല്ലവർഷത്തിലെയും 1922 22 കാലഘട്ടത്തിൽ ഈ ടെമ്പിൾ കിടന്നത്. ആ കാലഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ടെമ്പിളിന്റെ ജൂറിസ്ഡിക്ഷൻ പറയാം. ശബരിമലയുടെ കാർത്തികപ്പള്ളി, മാവേലിക്കര, പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളെല്ലാം അമ്പലപ്പുഴ ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു, അമ്പലപ്പുഴക്കാരുടെ കീഴിലായിരുന്നു. അന്ന് അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ നടന്നിരുന്നത് മകരസംക്രാന്തി സമയത്ത് മാത്രമായിരുന്നു. മന്ത്ലി പൂജ മന്ത്ലി പൂജകൾ ഇല്ലായിരുന്നു. പിന്നെയാണ് മന്ത്ലി മാസ പൂജയൊക്കെ വന്നത്. അവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം ഞാൻ ഈ പറയുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ, അല്ലാതെ എനിക്കിപ്പോൾ താഴമൺ കുടുംബമായിട്ടും തന്ത്രിയായിട്ടൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫ് അമ്പലപ്പുഴ, അദ്ദേഹമാണ് അവിടെ തന്ത്രിയെ അപ്പോയിന്റ് ചെയ്തത് സർക്കാരിന് വേണ്ടി. അന്ന് അപ്പോയിന്റ് ചെയ്ത തന്ത്രി എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ പുതുമന ഇല്ലക്കാരാണ്. ഈ വാക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കണം. അമ്പലപ്പുഴയിലെ പുതുമന ഇല്ലക്കാരെയാണ്. അവരാണിത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയമാരായിരുന്ന ആ താന്ത്രിക കാര്യമുണ്ടായിരുന്ന അവരുടെ പുതുമന ഇല്ലത്തിലെ ആളുകളായിരുന്നു ശബരിമലയിലെ തന്ത്രി. അല്ലാതെ തരണനല്ലൂരിന്റെ കഥയും താഴെ വെള്ളത്തിൽ വെള്ളം മാറ്റി മണ്ണിലൂടെ നടന്നു വന്ന താഴ്മൺകാരുടെ കഥയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ അടുത്ത ഭാഗത്ത് പറയാം. അതായത് അങ്ങനെ തന്ത്രിയെ അതിനുശേഷമാണ് ഈ പുതുമന ഇല്ലക്കാരുടെ ഒരു കഥ വന്നതിന് ശേഷമാണ് ചെങ്ങന്നൂരിലെ തഹസിൽദാര് ശബരിമല ക്ഷേത്രം ചെങ്ങന്നൂർ ഭാഗത്തുള്ളതാണ് എന്നുള്ള ഒരു കാര്യത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ട് ഇത് അഡ്വൈസ് ഓഫ് വാണിപ്പുഴ ചീഫ് നോമിനേറ്റഡ് ബൈ ദ ചീഫ് ഓഫ് ദി താന്ത്രിക് ഫാമിലി ഓഫ് താഴമൺ മഠം. അപ്പൊ താഴമൺ മഠക്കാരെ അവിടെ ആക്കുന്നത് ചെങ്ങന്നൂർ ഭാഗത്തുള്ള ചെങ്ങന്നൂരിലുള്ള തഹസിൽദാരാണ് അവിടെ ആക്കുന്നത്. അത് 1908 മുതൽ ഇത് ശബരിമലയിൽ അത് തന്ത്രിയാവുന്നത് താഴമൺ കുടുംബക്കാരാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് താന്ത്രിക അവകാശവും കുടുംബമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അതിനു മുമ്പ് അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, പിന്നെ മേൽശാന്തിമാരെ തിരഞ്ഞെടുത്ത കഥകളൊക്കെ ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, താഴമൺ കുടുംബത്തിന് ശബരിമലയിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരുപാട് ആചാരങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ കണ്ഠരരു രാജീവിനെ കുറിച്ച് തന്നെ ചില വാദങ്ങൾ കേൾക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷെ യോഗക്ഷേമയും താന്ത്രിക സമാജവും ഹിന്ദു സമാജവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ 1, 2, 3 എന്ന് പറയുന്നത്. ഒന്ന്, കണ്ഠരരു രാജീവ് ഉപനയനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടോ? ഉപനയനം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാർത്തയും രാജീവ് കണ്ഠരരുടെ സമകാലികരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പിന്നൊരു വാദം പറയുന്നത് അത് ട്രെയിനിൽ വെച്ച് നടന്നു, അല്ലെങ്കിൽ അത് ഇത് മന്ത്രം പറഞ്ഞു കൊടുക്കലും ഗായത്രി മന്ത്രം ചൊല്ലലും ഈ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഉപനയനം തുടങ്ങി ആ പ്രോസസ്സിലൂടെ പിന്നെ വേദങ്ങൾ പഠിച്ച് ഒരുപാട് പഠന കാലയളവാണ്. പിന്നെ അതൊക്കെ ചെറിയ പ്രായത്തിലാണ് അച്ഛനിൽ നിന്ന് ഇതൊരു പിതാവിൽ നിന്ന് കിട്ടിയ അതൊരു പ്രോസസ്സാണ്. അത് നമുക്ക് അങ്ങനെ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നതല്ല ഉപനയനം നോക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സിലൂടെയുള്ള കടന്നു വന്ന ഒരു വ്യക്തിയല്ല കണ്ഠരരു രാജീവ് എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നുണ്ട്. ഇതിന് ഉപോത്ബലകമായി വരുന്ന ബലം കൊടുക്കുന്ന ഒരു വാദം കണ്ഠരരു മോഹനരുവിന്റെ
ഒരു സ്ത്രീ വിഷയമായപ്പോൾ ഒരു സ്ത്രീ ട്രാപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ട്രാപ്പ് ചെയ്ത് പോയി, എന്തായാലും പോയി, ഹണി ട്രാപ്പ് എന്നും പറയുന്നു. എന്തായാലും കോടതിയിൽ പിന്നെ എറണാകുളത്ത് ഹോട്ടലിൽ വെച്ച് പിടിച്ചു. അദ്ദേഹത്തിന്റെ കേസ് വളരെ വലിയ കേസായപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ ആ കേസ് കമ്മീഷന് വെച്ചത് പരിശോധിച്ചപ്പോൾ പരിപൂർണൻ ചോദിച്ചു, നിങ്ങൾക്ക് സംസ്കൃതം അറിയാവോ? അറിയില്ല. കണ്ഠരര് മോഹനർക്ക് അറിയാവോ? അറിയില്ല. നിങ്ങൾക്ക് പിന്നെ പൂജ അറിയാമോ? അറിയില്ല. ഗണപതി ഹോമം അറിയാമോ? ഇതൊന്നും അറിയത്തില്ല. സംസ്കൃതം അറിയാവോ? അറിയത്തില്ല. ഗായത്രി മന്ത്രമെങ്കിലും അറിയാവോ? സാധാരണ അമ്മമാരും ആളുകളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന ഗായത്രി അതും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ എന്ത് തന്ത്രി എന്ന് ചോദിക്കുകയും അന്ന് 1 കോടി രൂപ ഓഫർ ചെയ്യുകയും അതും ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹം വലിയ കടുത്ത വിശ്വാസിയായിട്ട് പുറത്തു പറയുകയും പിന്നെ ശബരിമലയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ തന്ത്രിയിലേക്ക് വരാം. രാജീവിലേക്ക് വന്നാൽ അദ്ദേഹം കൃഷി അസിസ്റ്റന്റ് ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് പാസ്സായതിനു ശേഷം കൃഷി അസിസ്റ്റന്റ് ആയിരുന്നു. അയാൾ വേദത്തിന്റെ ഒരു അധ്യായം പോലും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വേദത്തെ പരമപുച്ഛവുമാണെന്നുള്ളതാണ് അദ്ദേഹം. ഇത് പലപ്പോഴും എന്ത് വേദം, അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ താന്ത്രിക വിദ്യയുടെ അടിസ്ഥാനപരമായി വേദങ്ങൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ വേദങ്ങൾ പഠിച്ചിട്ടുള്ള, ഉപനയനം കഴിച്ചിട്ടുള്ള, അത് കഴിഞ്ഞ ശേഷം പൂജകൾ പഠിച്ചിട്ടുള്ള, ചെങ്ങന്നൂർ അമ്പലത്തിൽ 3 വർഷം ഭജനം ഇരുന്നിട്ടുള്ള ആളുകളെയൊക്കെയാണ് ശബരിമലയിൽ തന്ത്രിമാരായി വച്ചിരുന്നത്. അതുപോലെ തന്നെ അപ്പൊ ചോദിക്കും അമ്പലപ്പുഴക്കാർ ഇങ്ങനെ ഇരുന്നില്ലല്ലോ. പക്ഷെ അമ്പലപ്പുഴക്കാർ മറ്റൊരു സംവിധാനം, താഴമൻകാരാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ പോരുന്നത്. അപ്പോൾ വർഷങ്ങളുടെ സാധനയും അതുപോലെ തന്നെ വർഷങ്ങളുടെ പ്രവർത്തനവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശബരിമല തന്ത്രിയാകാനുള്ള ഒരു യോഗ്യതയുള്ളൂ എന്നാണ്. ഇപ്പൊ കണ്ഠരര് മോഹനരുവിന്റെ വിഷയം ഇതുപോലെ വന്നു. കണ്ഠരര് രാജീവിന്റെ വിഷയം വന്നതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചും ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ കിടക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ഒരു ആത്മീയ തലത്തിലുള്ള ജീവിതത്തിനപ്പുറം സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ആളുകൾ, രണ്ടുമുണ്ട്. ഭൗതിക ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ആത്മീയത. പക്ഷെ എങ്കിലും വളരെ സാധാരണമായി ആത്മീയത ഒന്നും ചിന്തിക്കാതെ പൂജകളും താന്ത്രിക വിദ്യയും വേദവും ഒന്നും പഠിക്കാതെ ഇങ്ങനെ പൂജകൾ ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്ന ഈ തന്ത്രിയെ മാറ്റുന്നതിനെ കുറിച്ചും, ഈ തന്ത്രിയല്ല താഴമൻ കുടുംബത്തിന് അങ്ങനെ ഒരു താന്ത്രിക അവകാശമില്ലാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞ ചരിത്രം പറഞ്ഞത് കൊണ്ട് താന്ത്രിക സഭയും യോഗക്ഷേമയും സഭയും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ കൂടി ഇരുന്ന് തന്ത്രിയാകുന്നവരുടെ ഒരു ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും അവരുടെ താന്ത്രിക വേദ അറിവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനൊരു പാക്കേജ് ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശബരിമലയിൽ ഈ താന്ത്രിക വിദ്യകളൊന്നും നന്നായി പഠിച്ചിട്ടില്ലാത്ത, ഉപനയനം പോലും നടത്തിയിട്ടില്ല എന്ന് ആക്ഷേപം വരുന്ന രാജീവ് കണ്ഠരരുവിനെയും മോഹന കണ്ഠരരുവിനെയൊക്കെ പോലുള്ള ആളുകളും, അല്ലെങ്കിൽ കണ്ഠരരു മോഹനനും കണ്ഠരരു രാജീവിനെ പോലുള്ള ആളുകളും വിശ്വാസികളല്ലാത്ത ദേവസ്വം ബോർഡും കൂടെ ആയപ്പോൾ അയ്യപ്പന്റെ കാര്യം റെഡിയായി. യാതൊരു വിശ്വാസികളുമല്ല ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരോ എല്ലാം യുക്തിവാദികളോ വൈരുദ്ധ്യാത്മക ഭൗതികവാദികളോ ആണ്. പലപ്പോഴും ചിലപ്പോൾ കോൺഗ്രസ്സുകാരും വന്നിട്ടുണ്ട്, അവരിൽ കുറച്ച് വിശ്വാസികൾ വന്നിട്ടുണ്ട്. എന്തായാലും ലോകത്ത് ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൽ, ലോകം എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല, ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രപഞ്ചം പറയണം. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അമ്പലങ്ങൾ അവിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, യുക്തിവാദികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലായിരിക്കും. അതിനും അറുതി വരുത്തേണ്ട സമയമായി. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല ഈ താന്ത്രിക വിദ്യയിൽ വരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള നിലയിൽ ഞാൻ ഈ പറഞ്ഞ ഉപനയനമടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇതൊക്കെ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതാരെയും താഴ്ത്തി കാണിക്കാനല്ല, താഴമൻ കുടുംബത്തിനെ താഴ്ത്തി കാണിക്കാനല്ല, വ്യക്തികളെ താഴ്ത്തി കാണിക്കാനല്ല, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ക്ഷേത്രത്തിൻ്റെ സംവിധാനങ്ങളും നിലനിർത്താൻ ആവശ്യമായ കോംപ്രമൈസുകൾ വേണ്ടിവരും. ആ കോംപ്രമൈസ് വേണമെങ്കിൽ അത് താഴമൻ കുടുംബക്കാരും ചെയ്യേണ്ടതാണ്. അടിയന്തരമായ ഇതൊരു താന്ത്രിക സഭ കൂടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാതെ താഴമൻ കുടുംബത്തിൽ നിന്ന് എടുത്ത് മാറ്റണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏത് കുടുംബത്തിൽ നിന്ന് ആര് വന്നാലും അത് കേവലം ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ല, തന്ത്രിയാകാനുള്ള ക്വാളിഫിക്കേഷൻ വേറെ കുറച്ചുണ്ട്. അതുള്ളവർക്കാണ് അവിടെ തന്ത്രി ആകേണ്ടത്.